ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഹാപ്പിനെസ് ഡയറി. നമ്മൾ ഇന്ന് ഷിമോഗയിലാണ് കേട്ടോ ഉള്ളത്. കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് നമ്മളുള്ളത്. മോൾക്ക് ഒരു എക്സാം നടക്കുന്നുണ്ട്, അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. തലേന്ന് വന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷിമോഗയും അവിടുത്തെ കുറേ ഭംഗിയുള്ള കാഴ്ചകളുമാണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ഹാപ്പിനെസ് ഡയറി. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയാണ് കേട്ടോ ഉള്ളത്. ഈ കാണുന്നതാണ് ഷിമോഗ സിറ്റി. നമ്മളുടെ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഷിമോഗ സിറ്റി. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോയാലോ. ഇവിടെ അടുത്ത് തന്നെ, അതായത് ഈ ഹോട്ടലിനോട് ചേർന്നിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ എക്സാം നടക്കുന്ന ഹോളിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്താ പറയുക, കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. അവർക്ക് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അച്ഛരാം സൂപ്പറാട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കിയത്. കാർ പാർക്കിംഗ് ഉണ്ട് താഴെ. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണ്. ആക്ച്വലി ഇന്നലെ എന്തോ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത്, ഈ ഭാഗത്ത് മുഴുവനും ഇന്നലെ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു വഴിയുണ്ടോ, ആ ഫുട് പാത്തിൻ്റെ സൈഡിൽ കൂടെ മൊത്തം അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ അവർ ആ ഫ്ലെക്സുകളെല്ലാം മാറ്റി. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ സംഭവിക്കില്ല. ആ ഫ്ലെക്സ് വെച്ച പടിയിരിക്കും. പിന്നെ ആരെങ്കിലും ഒക്കെ അത് എടുത്തിട്ട് പോയാലായി, ഇല്ലെങ്കിൽ അത് അവിടെ മറിഞ്ഞ് വീണിട്ടായി അങ്ങനെ. പക്ഷെ അതൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വളരെ പ്രോപ്പറായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് ഷിമോഗ സിറ്റിയുടെ ഉള്ളിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റോഡെല്ലാം നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. എല്ലാ വണ്ടികളും അവരുടേതായ സിഗ്നൽസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ റോട്ടിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവില്ല എന്ന് പറയില്ലേ, എന്ന രീതിയിൽ പോകാൻ പറ്റും. അതേപോലെ റോഡുകളൊക്കെ ഭയങ്കര വൈഡായിട്ടുള്ള റോഡുകളാണ്. ഈവൻ ഈ അകത്തേക്കുള്ള ചെറിയ ചെറിയ പോക്കറ്റ് റോഡ്സ് പോലത്തെ റോഡുകളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വൈഡാണ്. നമുക്ക് എവിടെ ചെന്നാലും വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷിമോഗ സിറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. സ്ട്രീറ്റ് പക്ഷെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് സ്ട്രീറ്റ് അല്ലേ. സാധാരണ നമ്മളൊരു സ്ട്രീറ്റൊക്കെ ചെന്ന് നമുക്ക് ഭയങ്കര വൃത്തിയില്ലായ്മ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് റൈറ്റ് എടുക്കണം, റൈറ്റ് അല്ല ലെഫ്റ്റ്. നമ്മൾ ആ വഴി വരേണ്ടതായിരുന്നു. നമ്മൾ വഴി തെറ്റി ചെറുതായിട്ടൊന്ന് കറങ്ങി, എങ്കിലും വലിയ ദൂരമില്ല. അതാണോ? ഇവിടെ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിനോട് ചേർന്നിട്ട് ഒരു അമ്പലവും കൂടി ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ, അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമുക്ക് എക്സാമിന് കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളൊക്കെ അവിടെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പോയിട്ട് അവിടെ ക്യൂവിലൊക്കെ നിന്നു. അതായത് ഇവർക്കൊരു ID കാർഡ് ഉണ്ട്. ID കാർഡിലൊരു ID നമ്പർ ഉണ്ട്. അപ്പോൾ ID നമ്പർ അനുസരിച്ച് കുട്ടികളെ ക്യൂ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ മോളാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളൊക്കെ നിർത്തിയേക്കാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല. അവരുടെ ഈ നിൽക്കുന്ന
നേരത്തെ റെഡ് സാരി എടുത്തേക്കുന്നത്. ഇതൊക്കെ കോർഡിനേറ്റേഴ്സ് ആണ്, അവർ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, എക്സാം നടക്കുന്ന ഹോളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അവരിങ്ങനെ നിർത്തി നമുക്ക് ദൂരെ നിന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരപ്പോൾ ID കാർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. എക്സാം എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ ആൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കൊടുക്കാനായിട്ട് അവർ വിടുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഇതിൻ്റെ റിസൾട്ടും ബാക്കി ഫംഗ്ഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ്. ഇനി നമ്മൾ ഷിമോഗ ഒന്ന് കറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഷിമോഗനെ ഫേമസ് ആക്കുന്നത് അവിടുത്തെ ഒരു സൂവും അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ളൊരു ടൈഗർ ലയൺ സഫാരിയുമാണ്. നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഷിമോഗ സിറ്റിയിൽ നിന്നൊരു 9 കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ തന്നെയാണ് ഈ സൂവും ഈ സഫാരിയും ഉള്ളത്. ഇതിപ്പോൾ ബാംഗ്ലൂരിലുള്ള നമ്മുടെ ബനാർഘട്ട നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, എന്ന പോലെ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ അവരുടെ വണ്ടിയിലൊക്കെ കയറ്റി അവിടെയൊക്കെ കറക്കി പുലിനെയും എന്താ പറയുക സിംഹത്തിനെയൊക്കെ കണ്ടിട്ട് വരാൻ പറ്റുന്ന സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. സൺഡേ ആയതുകൊണ്ട് ഇനി തിരക്കുണ്ടാവുമോ എന്നുള്ളതും നമുക്കറിയില്ല. ഇപ്പം എന്തായാലും പോയിട്ട് വരാം, ഒരു വേറൊരു എക്സ്പീരിയൻസ്. ബനാർഘട്ടയിൽ നമ്മൾ പോയിട്ടുണ്ട്. ഒരു ഹാഫ് മാസ്ക് 20 എക്സ്ട്രാ ചോദിച്ചവര്. അപ്പം നമ്മുടെ കയ്യിലുണ്ട്. മാസ്ക് കമ്പൽസറി ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ 80 റുപ്പീസിൽ ഒരാൾക്ക് നമ്മൾ ടിക്കറ്റ്. ഇതുണ്ട് വെഹിക്കിളിനും ഉണ്ടല്ലേ? വെഹിക്കിൾ എൻട്രി ആണ് ഇത്. വെഹിക്കിൾ എൻട്രി 50 രൂപയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ಅವ್ರಿಗೆ ಫ್ರೀಯಾಗಿ ಬಿಡಮ್ಮ. കന്നഡയിലാണല്ലോ എഴുതിയേക്കണേ. ഇതിനെ പറ്റിയാണ് ടൈഗർ ആൻഡ് ലയൺ, ടൈഗർ ഡൈസ് ലയൺ ഡൈസ്. ടൈഗറിനെ ലയണിനെ കാണാം. നമ്മൾ ഇതേപോലെ പോയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, ഡീറിനെ കാണാൻ പറ്റും. ഇവിടെ കാണാൻ ടൈഗറിനെ എങ്ങനെ കാണാൻ പറ്റും നമുക്ക് അല്ലേ? കാണാൻ പറ്റും. ഡീറിനെ കാണാം. ഇത് ലയൺ. ഇത് ശരിക്കും ലയണിന്റെ അമ്മയാണ്, ലയൺനെസ്. ലയൺനെസ് എന്നാ പറയണേ. ഇത് ലയൺ, ലയൺനെസ്. മദർ ലയണിനെ ലയൺനെസ് എന്ന് പറയും. ശരിക്കും ഈ ഫർ ഉണ്ടെങ്കിൽ മാത്രമേ ലയൺ, ഫർ ഉണ്ടെങ്കിൽ ബോയ് ലയൺ, ബ്ലാക്ക് പാന്തർ. അത് വെരി വരുമല്ലേ? അപ്പം നമുക്ക് അങ്ങോട്ട് പോവും. സ്നേക്കൊക്കെ ഉണ്ടാവും. അല്ലേ? ഇതാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മളുള്ളത്. കണ്ടോ, വിളിക്കുന്നു. പോവാം നമുക്ക്. ലയൺ സഫാരിക്ക് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഫുൾ ഇങ്ങനെ ഒരു ഗ്രില്ലിട്ട് കവേർഡായിട്ട് സെക്യൂർ ആയിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഡബിൾ ഫെൻസിങ് ഉള്ള ഗേറ്റിൽ കൂടെയാണ് കേട്ടോ നമ്മൾ കാടിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ഡബിൾ ഫെൻസിങ് ഉള്ള ഗേറ്റുകളുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഏതൊക്കെ മൃഗങ്ങളാണ് സ്പോട്ട് ചെയ്യപ്പെടുന്നതെന്നൊക്കെ നമുക്ക് ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ಸರ್ ರೈಟ್ ಸೈಡ್ ಅಲ್ಲಿ ಬ್ಲಾಕ್ ಬಕ್ ಇದೆ ನೋಡಿ. ಬ್ಲಾಕ್ ಕೃಷ್ಣ ಮುರುಘ ಸಿಂಗಲ್ ಆಗಿದೆ ನೋಡಿ. ಇಲ್ಲೇ ನೋಡಿ. സാമ്പാർ ഡിയർ, സ്പോട്ടഡ് ഡിയർ. സാമ്പാർ ഡിയറിനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഡബിൾ ഫെൻസിങ് ആണ്.
ഇവരിപ്പോ നമ്മുടെ വണ്ടി കേസിട്ടുണ്ടല്ലോ അപ്പുറത്തെ ഓപ്പൺ ചെയ്യണോ. Now we are going to ಕೂಗಾಡ್ಬೇಡಿ ഓക്കെ ഓക്കെ റൈറ്റ്. വിജയ് ഇവിടെ പുലികൾക്കൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. എന്താ വിജയ് പക്ഷെ പേര് വിളിച്ചപ്പോ പുള്ളി നോക്കി അല്ലേ? വിജയ് എന്ന് വിളിച്ച പുള്ളി നോക്കി. ഒന്ന് നോക്കി. വിജയ് അഞ്ജലി സീത അഞ്ജലി അഞ്ജലി ಅಂಜನಿ ಅಂಜನಿ അഞ്ജനി അഞ്ജനി ಅಂಜನಿ അവർക്ക് വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം വെക്കുന്നുണ്ട്. അവിടെ മാനൊക്കെ ഉണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആൾ നല്ല ഒരു ഉറക്കത്തിൻ്റെ മട്ടിലാട്ടോ. അപ്പോൾ ആൾക്കൊരു പേരും കൂടി ഉണ്ട്. ആൾ കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇവരുടെ ഒരു ഡെന്ന് കാണാം. ഡെന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള ഡെന്നാണ്. സൂവിൻ്റെ ആളുകൾ തന്നെ സിമെൻ്റൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡെന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇവരുടെ പെയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ മാത്രം ഇപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്. നമ്മുടെ ബസ്സിൻ്റെ തൊട്ടടുത്താണ് ലൈനിനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. കുറേ നേരം വണ്ടി അവിടെ നിർത്തി എല്ലാവരും നിശബ്ദരായിട്ട് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിരിക്കുന്നത് ഇതാണ് കേട്ടോ കാട്ടുപോത്ത് എന്ന് പറയുന്നത്. വലിയ സൈസാണ്. ക്യാമറയിൽ കാണുമ്പോൾ അത്രയും തോന്നുന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന രീതിയിലൊരു വലിയ സൈസിലുള്ള കാട്ടുപോത്ത്. ഞാൻ ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ കാണുന്നത്. യെസ്. ഓക്കെ. അങ്ങനെ നമ്മുടെ സഫാരിയുടെ എൻഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യൂ ടേൺ പോലെ നമ്മൾ കറങ്ങിയിട്ടാണ് ഇത്രയും മൃഗങ്ങളൊക്കെ കണ്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തിരിച്ച് വന്ന് എത്തുന്ന രീതിയിലാണ് ഇവർ ഈ ടൈഗർ സഫാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ വന്നിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ നല്ലൊരു ടൈഗർ സഫാരി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തി. ಹಲೋ ಐಸ್ ಕ್ರೀಮ್ 1 ಲೀಟರ್
ಬರ್ಲಿ ಬಿಡ್ರಿ ಕಳಿಸ್ರವಳು ಒಬ್ಳನೆ ಕಳಿಸ್ರಿ ಬಾ. ഇവിടെ എന്താ അനിമല കുഞ്ഞുള്ളേ? ബ്ലാക്ക് പാന്തർ. ബ്ലാക്ക് പാന്തറോ? നോക്കാം നമുക്ക് കാണാൻ പറ്റുമോ? ഓക്കേ ബ്ലാക്ക് പാന്തർ. ഇത് ലെപ്പാടാടി കുഞ്ഞൂടെ. നോക്കാം. ഒന്നുമില്ല. ഉള്ളി കയറി. ആ ഉണ്ട് 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 ഉണ്ട്. ഇത് കിടക്കും. നല്ല ഉറക്കം. ഇത് കിടക്കും. ആ ബ്ലാക്ക് പാന്തർ ഉണ്ട്. കുഞ്ഞു പറഞ്ഞ ചെയ്യണം. നല്ല ഉറക്കം. കുഞ്ഞിന് സൂത്രം കാണിച്ചോ എവിടെ? നല്ല ഇടി കൂടണം. കല്ലുകൂടുന്ന കാണാൻ അത് ഭക്ഷണത്തിന് വേണ്ടി കല്ലുപിടിക്കുന്നതാണ്. ഈ മരം ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കണ്ടോ, കയറാനായിട്ട് ഇവർക്ക്. കൃത്യ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഇവർ അടിപൊളിയായിട്ടത് ആളുകളുണ്ടായില്ല. പിന്നെ അതേപോലെ ഈ ഇതുണ്ടല്ലോ ലോഗ് ഇങ്ങനെ മറിച്ചിടുക, ഇതൊക്കെയാണല്ലോ ഇവരുടെ കളികൾ. നല്ല ഇടിയാ. സത്യം നല്ല രസമല്ലേ. മാഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. പിന്നെ വായിച്ചിട്ട് കുഞ്ഞു ഇതെന്താ പറ? ഈ കിടക്കാൻ എന്താ നോക്കും? അലിഗേറ്റർ? അല്ല ക്രോക്കഡൈൽ. ക്രോക്കഡൈലോ അലിഗേറ്ററോ? അലിഗേറ്റർ ആണ് തോന്നുന്നു. ക്രോക്കഡൈൽ തോന്നുന്നു. ക്രോക്കഡൈലോ? നമ്മളെ കണ്ടില്ലേ ടൈഗർ ഇങ്ങനെ ഡോസിങ് ചെയ്യുന്നത്? നല്ല രസമുണ്ടായി. കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ പോകാനായിട്ട് കുറേ ഉണ്ട്. കണ്ടാലും തീരാത്തത്രയുണ്ട്. അവിടെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നമുക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്, അപ്പൊ പിള്ളേർക്ക് എന്തോരം എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. നടന്ന് മടുത്തു, പക്ഷെ പോവാതിരിക്കാൻ തോന്നണില്ല. നിർത്താൻ തോന്നണേ ഇല്ല. നല്ല ടയർഡാണ്. ഇവിടെ ആരല്ലേ അറിയില്ലല്ലോ. കണ്ടിട്ട് ടൈഗറിന്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട്. അവിടെ ഒരു കല്ലും കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടേക്കണേ? ഞാൻ ആ ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഹായ് നോക്ക്. ഓ കണ്ണിന്റെ ഒക്കെ ആ ഒരു പ്രസരിപ്പ് ഉണ്ടോ? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നോക്കണല്ലേ. ഈ ഒരു 3 യമൂന്ന് വേണ്ടിട്ട് ഇത്രയും സ്ഥലമാണ് അവരിങ്ങനെ. 4 ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കെട്ടി അടച്ചെടുത്ത് അവർക്ക് നടക്കണ വഴി ഇരിക്കാൻ വഴി എല്ലാം ഇത് അവിടെ ഉണ്ട്. അത് അതിന്റെ വീട്. എല്ലാത്തിനും
ഇവിടെ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നത് ഈ സൂവിൻ്റെ തന്നെ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അതായത് സൂവിൽ വെച്ചിട്ട് ഡെഡായിട്ടുള്ള ആനിമൽസിൻ്റെ റിയൽ സ്കിൻ വെച്ചിട്ട് സ്റ്റഫ് ചെയ്ത മൃഗങ്ങളുടെ എന്താ പറയുക ഡമ്മി പീസുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും ടച്ച് ചെയ്ത് നോക്കാനൊന്നും പാടില്ലാത്തതാണ്. നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ഇതില് കുഞ്ഞ് പൊട്ടി വന്നതോ? ഇത് കുഞ്ഞുണ്ടോ? കുഞ്ഞില്ല, അത് കുഞ്ഞ് പൊട്ടി വന്നിട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ടു ഇവിടെ തുള വന്നല്ലോ. അത് എമ്മൂടെ ആയതും ഓസ്ട്രിച്ചിന്റെ ഇത്ര ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ? അത് ഇതേപോലെ അത് ഉണ്ടോ നോക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പീക്കോക്കോ? യെസ്, പീക്കോക്കിന്റെ ഹെന്നിന്റെ ഹെന്നില്ലേ. നെസ്റ്റ് എങ്ങനത്തെയാണ്? കപ്പ് നെസ്റ്റുകള്, ഓരോ നെസ്റ്റുകൾ, പലതരം നെസ്റ്റുകളുണ്ട്. ഇതാണ് ശരിക്കും അല്ല, സ്നേക്കിന്റെ എഗ്ഗിന്ന് സ്നേക്ക് വന്നുണ്ട് പുറത്തേക്ക്. ലാർവ കണ്ടോ? ലാർവ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാ? അത് ഇങ്ങനെ കാറ്റർപില്ലറിന്റെ ലാവ ചെറിയ ഇതാവും, പ്യൂപ്പാവും, പിന്നീട് പ്യൂപ്പയിൽ ചെറിയ ബട്ടർഫ്ലൈ വരും, പിന്നെ അത് അടലാവും. ഇതിന് വീണ്ടും ഒരു എഗ് ഉണ്ടാവും. മനസ്സിലായോ? സ്കിൻ അല്ല, അതങ്ങനെ പറഞ്ഞു പോവേ. അപ്പൊ അവരെടുത്ത് സൂക്ഷിച്ച് വെച്ചേർന്നത്. അങ്ങനെ സൂയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി ഫെസ്റ്റ് നടക്കുന്ന ഹോളിലേക്കാണ് എത്തിയത്. വൈകുന്നേരം ഒരു ചെറിയ ക്ലോസിങ് സെറിമണിയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുട്ടികളുടെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ഹോളിലേക്ക് എത്തി. ഓൾമോസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി വൈകിയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കൾച്ചറൽ പ്രോഗ്രാമും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഷിമോഗയിലെ ഫസ്റ്റ് ഡേ. അപ്പോൾ ശരിക്കും ഷിമോഗ ഞങ്ങളെ ഞെട്ടിച്ചത് ഷിമോഗയുടെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ 2ാമത്തെ ദിവസത്തെ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.